പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ആത്മീയഗോളത്തിൽ കർത്താവിന് വേണ്ടി ശക്തമായി തീക്ഷ്ണതയോടെ ജ്വലിച്ച് നിൽക്കുന്ന, ശോഭയോടെ നിൽക്കുന്ന, തേജസ്സോടെ നിൽക്കുന്ന ദൈവദാസന്മാരുമായി ഒരു സംഭാഷണം നടത്തിയാൽ അവരോട് ഇപ്രകാരം ചോദിച്ചാൽ, ദൈവദാസനെ, താങ്കൾ ഇത്രത്തോളം കർത്താവിന് വേണ്ടി ശോഭയോടെ നിൽക്കുകയാണല്ലോ, താങ്കളുടെ ജീവിതയാത്ര സുഗമമായിരുന്നോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുവാനായിട്ട് തയ്യാറായാൽ അദ്ദേഹം ഇപ്രകാരമായിരിക്കും ഒരു മറുപടി പറയുക: മോനെ, മോളെ, ഒരിക്കലുമല്ല. പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. പ്രത്യേകിച്ച് എടുത്തു പറയുവാനായിട്ട് കഴിയുന്ന പല തീച്ചൂളകളിലൂടെ ഞാൻ കടന്നുപോയി എന്ന് ഒരുപക്ഷെ അദ്ദേഹം പറയുവാനായിട്ട് സാധ്യതയുണ്ട്. അദ്ദേഹത്തോട് തിരിച്ച് നമുക്ക് ഇപ്രകാരം ചോദിക്കാം: ദൈവദാസനെ, ആ തീച്ചൂളയിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞല്ലോ, തീച്ചൂളകളിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞല്ലോ, ആ തീച്ചൂളകൾ താങ്കളെ എരിച്ച് കളഞ്ഞില്ലേ, താങ്കളെ നശിപ്പിച്ച് കളഞ്ഞില്ലേ, താങ്കളെ കത്തിച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ചെറിയ പുഞ്ചിരിയോടെ അദ്ദേഹം വീണ്ടും മറുപടി പറയുന്നത് ഇപ്രകാരമായിരിക്കും: ഒരിക്കലുമില്ല. ആ തീച്ചൂള എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശോഭിച്ചു നിൽക്കുന്നത്. ആ തീച്ചൂളയാണ് എന്നെ കുറച്ചുകൂടെ ഷാർപ്പാക്കിയത്. ആ തീച്ചൂളയാണ് എന്നെ കുറച്ചുകൂടെ മെച്ചുറാക്കിയത്. ആ തീച്ചൂളയാണ് എന്നെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചത്. അതിനേക്കാളേറെ ആ തീച്ചൂളയുടെ മധ്യത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ഏറ്റവും അടുത്തറിഞ്ഞത്. ആ തീച്ചൂളയാണ് എൻ്റെ വിഷൻ കുറച്ചുകൂടെ ശക്തിയുള്ളതാക്കി മാറ്റിയത് എന്ന് അദ്ദേഹം പറഞ്ഞേക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ താങ്കളും ഇതുപോലെ ചില തീച്ചൂളകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. മാനസികമായ വിധത്തിൽ, ശാരീരികമായിട്ടുള്ള വിധത്തിൽ, ആത്മീയമായ നിലവാരത്തിൽ പല വിധത്തിലുള്ള തീച്ചൂളയ്ക്ക് സമാനമായ പ്രശ്നങ്ങളിലൂടെ താങ്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ ഭാവിയിൽ കുറച്ച് നാളുകൾക്കപ്പുറം നിങ്ങൾ വേഗത്തിൽ തന്നെ ഈ തീച്ചൂളയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് പോവുകയാണ്. കാലങ്ങൾ കഴിഞ്ഞ് ജീവിതയാത്രയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ തീച്ചൂളയോട് നന്ദി പറയത്തക്ക വിധത്തിൽ, ആ തീച്ചൂള ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്രയും ശോഭയേറിയതായി മാറ്റപ്പെട്ടത് എന്ന് പറയത്തക്ക വിധത്തിൽ കാര്യങ്ങൾ തിരിയുവാനായിട്ട് പോവുകയാണ്. അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇന്ന് പകലിലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനമെന്നുള്ള പ്രഭാത വചനധ്യാനത്തിങ്കിലേക്ക് താങ്കളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകലിലും ദൈവം അത്ഭുതകരമായി നമ്മെ വഴി നടത്തുമാറാകട്ടെ. ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ചില നല്ല പാഠങ്ങൾ ഒരുപാടേറെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുമെങ്കിലും ഓരോ പകലിലും അല്പമായി നാം പഠിച്ച് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തെപ്പറ്റി നാം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഇയ്യോബ് നടത്തുന്ന ഒത്തിരി പവർഫുള്ളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് വേദപുസ്തകത്തിനകത്ത്, പ്രത്യേകിച്ച് ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം കാണുകയാണ്: എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. തീച്ചൂള പോലുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇയ്യോബ് എന്നുള്ള ഭക്തനായ മനുഷ്യൻ ആ തീച്ചൂള പോലുള്ള സാഹചര്യത്തിനകത്ത് കിടന്നുകൊണ്ട് ആ പ്രശ്നത്തിൽ താൻ ആയിരിക്കുമ്പോൾ തന്നെ തൻ്റെ വിശ്വാസ പ്രഖ്യാപനം താൻ നടത്തുകയാണ്. ഈ ശോധനയ്ക്ക് ശേഷം, ഈ പ്രശ്നത്തിന് ശേഷം, ഈ തീച്ചൂളയ്ക്ക് ശേഷം ഞാൻ പുറത്തു വരും. എങ്ങനെ പുറത്തു വരും? ഇപ്പോൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളെ പോലെ അതേ നിലവാരത്തിൽ ഞാൻ പുറത്തേക്ക് വരുമെന്നല്ല, പൊന്നുപോലെ പുറത്തേക്ക് വരും. എന്താണ് അവിടെ ഇയ്യോബ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്വർണ്ണപ്പണിക്കാരൻ ഒരു സ്വർണ്ണക്കട്ടിയെടുത്ത് തീയിലേക്കിടുന്നത് ആ പൊന്നിനെ, ആ സ്വർണത്തെ നശിപ്പിച്ച് കളയുവാനായിട്ടല്ല. പിന്നെയോ ആ മനുഷ്യൻ, ആ പണിക്കാരൻ സ്വർണ്ണക്കട്ടിയെടുത്ത് തീയിലേക്കിടുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എപ്രകാരമുള്ള ഒരു സ്വർണത്തെയാണോ താൻ ആ തീയിലേക്കിട്ടത്, ആ സ്വർണം കുറച്ചുകൂടെ തിളക്കമേറിയതായിട്ട് ആ തീയിൽ നിന്ന് പുറത്തു വരും. ആ സ്വർണത്തിന് മേലുള്ള അശുദ്ധികളെല്ലാം ആ തീയിൽ വെന്തുമാറി ഏറ്റവും നല്ല തിളങ്ങുന്ന, ഷൈനിങ് ആയിട്ടുള്ള, ഷാർപ്പായിട്ടുള്ള ഒരു സ്വർണ്ണക്കട്ടി പുറത്തേക്ക് വരുമെന്ന് ആ പൊന്നുപണിക്കാരൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇയ്യോബ് പറയുകയാണ്: ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഒരു തീച്ചൂളയിലാണ്, ഒരു തീച്ചുള്ള സമ്മമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ്, ഒരു വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഞാൻ ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ പുറത്തു വരും. എങ്ങനെ പുറത്തു വരും? ഒരു പൊന്നുപോലെ ശോഭിക്കുന്ന അളവിൽ,
തേജസ്സുള്ള അളവിൽ ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമെന്ന് ഇയ്യോബ് പറയുകയാണ്. അന്ന് ലോകത്തിൽ ജീവിച്ചിരുന്നതിൽ തന്നെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മനുഷ്യനായിരുന്നു, ഏറ്റവും ബഹുസമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒത്തിരി ആടുമാടുകൾ തനിക്കുണ്ടായിരുന്നു, ഒരുപാട് മൃഗസമ്പത്തുകൾ അതുപോലെ തനിക്കുണ്ടായിരുന്നു, ഒരുപാട് വസ്തുവകകളുണ്ടായിരുന്നു. 10 മക്കളെ ദൈവം അവർക്ക് ദാനമായി കൊടുത്തിരുന്നു. എന്നാൽ പിശാച് അവൻ്റെ ജീവിതത്തെ അടിമുടി നശിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നത്തേതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. തൻ്റെ മക്കളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തനിക്ക് നഷ്ടമാകുന്നു, തൻ്റെ മൃഗസമ്പത്തുകളൊക്കെയും നഷ്ടമാകുന്നു. താൻ കൂടെ ഇരിക്കുമെന്ന് വിശ്വസിച്ച തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളിപ്പറയത്തക്ക വിധത്തിൽ സാഹചര്യങ്ങൾ മാറി മാറി വരുന്നു. തൻ്റെ ശരീരമാസകലം വ്രണങ്ങളാൽ നിറയപ്പെടുന്നു. ഏറ്റവും ഒടുവിലായി തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു വരുന്ന സുഹൃത്തുക്കൾ പോലും മാറി മാറി തന്നെ കുറ്റം പറയുന്ന അളവിൽ കാര്യങ്ങൾ മാറി വരികയാണ്. എങ്കിലും ആ തീച്ചുളയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇയ്യോബ് പറയുകയാണ്, ഈ തീച്ചുളയിൽ നിന്ന് ഞാൻ പൊന്നുപോലെ പുറത്തേക്ക് വരുമെന്ന്. എന്താണ് ഇയ്യോബേ ഇത്രയും കോൺഫിഡൻസ് നിനക്ക്? എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും ഇയ്യോബേ, നീ ഇവിടെ നിന്ന് പുറത്തു വരുമെന്ന്? അതിൻ്റെ മറുപടി അതേ വചനത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം കാണുന്നുണ്ട്. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ഇയ്യോബിൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. കുറച്ചുകൂടെ പ്രാഗൽഭ്യത്തോടെ ഇയ്യോബ് തൻ്റെ ജീവിതത്തെ വച്ച് ഇപ്രകാരം പറയുകയാണ്, എൻ്റെ പാതകളെ, ഞാൻ നടക്കുന്ന വഴിയൊക്കെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. 1, എന്നെ എൻ്റെ ദൈവം അറിയുന്നു. 2, എൻ്റെ പാതകളെ ദൈവം അറിയുന്നു. പല മനുഷ്യരും എന്നെ കുറ്റം വിധിക്കുകയാണ്. ഈ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ പലരും എന്നോട് പറയുകയാണ്, എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുകയാണ്, ഞാൻ പാപം ചെയ്തതുകൊണ്ടാണ് ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്, ഞാൻ കാരണമാണ്, എൻ്റെ തെറ്റുകൊണ്ടാണ്, ഞാനൊരു പാപിയായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റം വിധിക്കുന്ന സാഹചര്യത്തിന് മധ്യത്തിൽ ഇയ്യോബിന് പറയുവാനായിട്ട് കഴിയുന്ന ഒരു പ്രാഗൽഭ്യം ഇതാണ്, എന്നെ അറിയുന്ന, എൻ്റെ പാതകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാനിപ്പോൾ തീച്ചൂളയിലാണ് കിടക്കുന്നത് എന്ന് എൻ്റെ ദൈവം കാണുന്നുണ്ട് എന്നത് ഇയ്യോബിൻ്റെ ഉറപ്പാണ്. ഇന്ന് പകലിൽ തീച്ചുള്ള സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന താങ്കൾ, നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട, ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്, എന്നെ എൻ്റെ ദൈവം അറിയുന്നുണ്ടോ? ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദൈവം അറിയുന്നുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പോടെ പറയുവാനായിട്ട് കഴിയും, എൻ്റെ നടപ്പുകളും എൻ്റെ പാതകളും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് എങ്കിൽ, ദൈവത്തിൻ്റെ ഇച്ഛപ്രകാരമാണ് നാം ജീവിക്കുന്നത് എങ്കിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് നാം ജീവിക്കുന്നത് എങ്കിൽ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം കണ്ണ് നട്ട് നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പാതകളെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ സഹായിക്കും. അതാണ് ഇയ്യോബിൻ്റെ കോൺഫിഡൻസ്. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും എന്നുള്ളത്, ഞാൻ പൊന്നുപോലെ തിളങ്ങുന്ന ഒരു മുത്തായിട്ട് ഞാൻ പുറത്തു വരുമെന്നുള്ളത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചുവോ? താൻ വിശ്വാസത്തോടെ പറഞ്ഞ ആ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ അത് നടന്നുവോ? ഈ പ്രശ്നത്തിന് ശേഷം, ഈ തീച്ചുളയ്ക്ക് ശേഷം തൻ്റെ ജീവിതം വ്യത്യാസമായി ഭവിച്ചുവോ? തൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായോ എന്ന് ഈ വേദപുസ്തകത്തിലൂടെ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ നാളുവരെ ഞാൻ ചിന്തിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് പകലിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭൗതികമായി നോക്കിയാൽ ഒരുപാട് നന്മകൾ തനിക്ക് ലഭ്യമായി. തനിക്കുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി ദൈവം തനിക്ക് പ്രതിഫലമായി തനിക്ക് കൊടുക്കുന്നുണ്ട്. ഈ പരീക്ഷയ്ക്ക് ശേഷം തൻ്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം മാറി ഒരു നല്ല യൗവനക്കാരൻ്റെ ശരീരം പോലെ തനിക്ക് പിന്നെയും ജീവിക്കുവാനായിട്ട് ദൈവം സാവകാശം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് പറയുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ ആത്മീയ നിലവാരത്തെ ദൈവം മാറ്റി. ഈ തീച്ചുളയിലേക്ക് കടന്നു പോകുമ്പോഴുള്ള ആത്മീയ അനുഭവമല്ല ഈ തീച്ചുളയുടെ അനുഭവത്തിന് ശേഷം അദ്ദേഹത്തിന് ഉള്ളത് എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ 1-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വചനത്തിൽ തന്നെ ഇങ്ങനെ നമുക്ക് കാണാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഇയ്യോബിനെ പറ്റി ആ 1-ാമത്തെ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾക്കകത്ത് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം ഇയ്യോബിനെ പറ്റി പറയുകയാണ്. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഇയ്യോബിന് ഈ തീച്ചുളയിലും പറയുവാനായിട്ട് കഴിയുന്നത്, എൻ്റെ നടപ്പിനെയൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്. കാരണം ദൈവം എന്നെ നോക്കിയാൽ ദൈവത്തിന് എന്നിൽ കാണുവാനായിട്ട് കഴിയുന്നത് എന്നിലുള്ള നിഷ്കളങ്കത്വവും നേരും, എന്നിലുള്ള ദൈവഭക്തിയും,
എത്രത്തോളം ഞാൻ ദോഷം വിട്ടകന്നവനായിരുന്നു എന്നൊക്കെ ദൈവത്തിന് കാണുവാനായിട്ട് കഴിയുമെന്ന് യോബിന് ഉറപ്പുണ്ടായിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ വിധത്തിൽ ജീവിതത്തെ ക്രമീകരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു യോബ്. മാത്രമല്ല, തൻ്റെ മക്കൾ പോലും ദൈവത്തെ ത്യജിച്ച് കളയരുത് എന്നുള്ള ഉദ്ദേശത്തോടെ തൻ്റെ മക്കൾക്ക് വേണ്ടി പോലും ദൈവത്തോട് അപേക്ഷിക്കുകയും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ യാഗം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം യോബിനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചു പോയാൽ ഒരു സാധാരണ ഒരു വിശ്വാസിയെ പോലെ മാത്രമായിരുന്നു യോബിൻ്റെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആരോ തനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ദൈവമുണ്ട്, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കണം. ആരോ പറഞ്ഞു കൊടുത്ത കാര്യത്തിന് പ്രതിയായിരിക്കാം ഒരു പക്ഷേ താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ദൈവഭക്തനായിരുന്നു, ശരി തന്നെയാണ്, ദോഷം വിട്ടകന്നവൻ തന്നെയാണ്, പാപം ചെയ്യാതെ തൻ്റെ ജീവിതത്തെയൊക്കെ ക്രമീകരിച്ചു. എന്നാൽ ആ ദൈവവുമായിട്ട് ഇങ്ങനെ പറയട്ടെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് യോബിന് അതുവരെ ഇല്ലായിരുന്നു. ഇങ്ങനെ പറയട്ടെ, നാം ഇരിക്കുന്ന ഒരു മുറിയിൽ ഒരു പാത്രം ബിരിയാണി കൊണ്ട് വയ്ക്കുകയാണെന്ന് ഒന്ന് ചിന്തിച്ചാട്ടെ. ആ ബിരിയാണിയുടെ മണവും അതിൽ നിന്നിങ്ങനെ ചൂട് പാറിപ്പോകുന്നതുമൊക്കെ കാണുമ്പോൾ കുറച്ച് മാറിയിരിക്കുന്ന നമ്മുടെ നാവിലും ആ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ നാം അറിയാതെ അത് നമുക്ക് കടന്നു വരും. നമുക്ക് ആ ബിരിയാണി കഴിച്ചൊരു അനുഭൂതി ഉണ്ടാക്കും. പക്ഷേ എപ്പോഴാണോ ഒരു പാത്രമെടുത്ത് ആ ബിരിയാണിയിൽ നിന്ന് ഒരല്പം നമ്മുടെ പാത്രത്തിലേക്ക് കോരിയിട്ട് നാം അത് നമ്മുടെ നാവിൽ വയ്ക്കുന്നത്, അപ്പോൾ മാത്രമാണ് ആ ബിരിയാണി കഴിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. എന്നുള്ളതുപോലെ യോബ് ഒരു ദൈവത്തെപ്പറ്റി അറിയാം, യോബിനൊരു ദൈവത്തെപ്പറ്റി അറിയാം. ആരോ തന്നോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്നും ആ ദൈവം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായി നടക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവ് മാത്രമാണ് യോബിന് ഉണ്ടായിരുന്നത്. അത് യോബ് തന്നെ പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നാം അവസാനം ചെന്നെത്തും. അങ്ങനെയുള്ളൊരു ആത്മീയ അനുഭവത്തിനുടമയായിരുന്നു യോബ്. ഒരുപക്ഷെ നാമും ചില കാലങ്ങൾക്ക് മുമ്പ് അതുപോലെ തന്നെയായിരുന്നു. എല്ലാവരും ഞായറാഴ്ച പോകുന്നത് കൊണ്ട് ഞാനും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു പോകുന്നു. അവിടെയുള്ള ദൈവദാസൻ പറഞ്ഞു രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കണമെന്ന്, അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകം വായിക്കണമെന്ന് ദൈവദാസൻ പറഞ്ഞതുകൊണ്ട് ഞാനും വായിക്കുന്നു. അങ്ങനെ ഒരു ആത്മീയ അനുഭവം തന്നെയായിരുന്നു യോബിന് ഉണ്ടായിരുന്നത്. എന്നാൽ എപ്പോഴാണോ തൻ്റെ ജീവിതത്തിലേക്ക് ഈ തീച്ചൂളയുടെ അനുഭവം കടന്നു വന്നത്, അപ്പോൾ മുതൽ തൻ്റെ ആത്മീയ നിലവാരം മാറുകയാണ്. എല്ലാവരാലും കൈയൊഴിയപ്പെട്ടപ്പോൾ, നിന്ദിതനായും അപമാനിതനായും എല്ലാവരാലും കുറ്റം വിധിക്കപ്പെട്ടവനായി ആ തീച്ചൂളയുടെ മധ്യത്തിൽ താൻ കിടക്കുമ്പോൾ ദൈവവുമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് യോബ് കടക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് ചില ഉദാഹരണങ്ങൾ യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കട്ടെ. യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം, അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, അവൻ്റെ ന്യായാസനത്തിങ്കൽ ഞാൻ ചെല്ലുമായിരുന്നു. ദൈവത്തെ നേരിട്ട് കാണണമെന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ മുതൽ യോബിൻ്റെ മനസ്സിലുണ്ടായി തുടങ്ങുകയാണ്. കഴിഞ്ഞ ഈ പ്രശ്നത്തിന് മുമ്പ് വരെ ഒരു റെഗുലറായിട്ടുള്ള നിലവാരത്തിൽ ദൈവത്തെ സേവിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ മനുഷ്യന് ഇപ്പോൾ ദൈവത്തെ കാണണമെന്നും ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കിലേക്ക് ചെല്ലണമെന്നുമൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവുകയാണ്. ആ ആഗ്രഹം ഉണ്ടായി എന്ന് മാത്രമല്ല, നാം ഇന്ന് വായിച്ച 23-ാം അധ്യായത്തിൻ്റെ 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് ഞാൻ തിരിയുന്നു അവനെ കാണുന്നില്ല താനും. ദൈവം സൈലൻ്റായിട്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം കാണുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്ന ചില സാഹചര്യങ്ങൾ, അത് തന്നെയാണ് യോബിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഓർക്കുക, യോബ് ഇപ്പോൾ പിശാചനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവനെ പിശാചിൻ്റെ കരങ്ങളിലേക്ക് വച്ചു കൊടുത്തിരിക്കുകയാണ്. ചില സമയത്ത് നിശബ്ദനായിരിക്കുകയാണ്, ദൈവം ഒന്ന് മറഞ്ഞിരിക്കുകയാണ്. യോബ് ഇപ്പോൾ ദൈവത്തെ കാണുവാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിലും ദൈവത്തെ കാണുവാനായിട്ട് യോബിന് കഴിയുന്നില്ല. 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, സർവശക്തനോട് ഞാൻ സംസാരിപ്പാൻ ഭാവിക്കുന്നു, ദൈവത്തോട് വാദിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോബ് ഒന്നാമതായി ദൈവത്തെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവസന്നിധിയിലേക്കൊന്ന് ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോഴിതാ ദൈവത്തോടൊന്ന് ഹൃദയം തുറന്ന് സംസാരിക്കുവാനായിട്ട് യോബ് ആഗ്രഹിക്കുകയാണ്. 31-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വചനം, അയ്യോ എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു,
ഇതാ എൻ്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്കൊന്ന് ചെല്ലുവാൻ, ദൈവത്തെ ഒന്ന് കാണുവാൻ, ദൈവത്തോടൊന്ന് സംസാരിപ്പാൻ, ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഇതാ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങുകയാണ്. ഇയ്യോബിന് മനസ്സിലായി, ഈ പ്രതികൂലത്തിൻ്റെ ഈ സാഹചര്യത്തിൽ, ഈ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, ഈ തീച്ചുളയുടെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഇത് ഒരു ശോധനയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ സാഹചര്യത്തിൽ ഞാൻ എന്താഗ്രഹിച്ചാലും അതെൻ്റെ ദൈവം ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടെ താൻ ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. പിന്നത്തേതിൽ ഈ തീച്ചുളയുടെ അപ്പുറം 38-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇയ്യോബ് 38-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരമരുളി ചെയ്തു. നോക്കുക, അവിടെ ഇതാ ദൈവം ഇയ്യോബിനോട് സംവദിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഈ തീച്ചുളയുടെ അനുഭവത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് തയ്യാറായ ദൈവഭക്തൻ ദൈവത്തിങ്കൽ നിന്ന് ഡയറക്റ്റായിട്ട് കേൾക്കത്തക്ക വിധത്തിൽ അവൻ്റെ ആത്മീയ നിലവാരം ഇതാ ഉയരുകയാണ്. മാത്രമല്ല, താൻ ആഗ്രഹിച്ചിരുന്നതുപോലെ ദൈവത്തെ കാണുവാൻ ദൈവം അവൻ അവസരം കൊടുക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 42:5, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇയ്യോബ് തൻ്റെ അനുഭവ സാക്ഷ്യം പറയുകയാണ്. ഈ ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല, ഈ ദൈവത്തിങ്കിൽ നിന്ന് ഞാൻ ഡയറക്റ്റായിട്ട് കേട്ടിട്ടില്ല, ഈ ദൈവത്തെ ഞാൻ ശരിക്കും ഒന്ന് അനുഭവിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കേൾവി കൊണ്ട് മാത്രം ആരോ പറഞ്ഞു തന്ന, ആരോ ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസംഗമായിരിക്കാം, ഒരു വചന ശുശ്രൂഷയായിരിക്കാം, ആരോ അവരോട് നേരിട്ട് പറഞ്ഞതായിരിക്കാം, അങ്ങനെ മാത്രമേ ഈ ദൈവത്തെ തനിക്ക് അറിയാമായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇയ്യോബ് പറയുകയാണ്, ഈ പ്രശ്നത്തിന് ശേഷം, ഈ തീച്ചുളയുടെ അനുഭവത്തിന് ശേഷം ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കെൻ്റെ ദൈവത്തെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞു, എനിക്കെൻ്റെ ദൈവത്തെ കാണുവാനായിട്ട് കഴിഞ്ഞു എന്ന് ഇയ്യോബ് എന്ന ഭക്തൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ഒരു മുത്തായി, വെറും ഒരു സ്വർണ്ണക്കട്ടിയായി മാത്രം ഈ തീച്ചുളയുടെ അകത്തേക്ക് താൻ എറിയപ്പെട്ടു എങ്കിലും പിശാച് ഈ തീച്ചുള തന്നെ എരിച്ചു കളയുവാനായിട്ടാണ് കൊണ്ടുവച്ചത് എങ്കിലും ഇവനെ കൊന്നുകളയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് പിശാച് അവന് വേണ്ടി ഈ തീച്ചുള ഒരുക്കിയത് എങ്കിൽ ആ തീച്ചുളയിൽ കത്തി എരിഞ്ഞത് ഇയ്യോബല്ലായിരുന്നു. പിന്നെയോ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ദൈവവും ഇയ്യോബും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ആ ഗ്യാപ്പിലുണ്ടായിരുന്ന ഒരു മൂടുപടം, ഇയ്യോബിന് ദൈവത്തെ ശരിക്കും കാണുവാനായിട്ട് കഴിയാതെ, ഇയ്യോബിന് ദൈവത്തെ ശരിക്കും അനുഭവിക്കുവാനായിട്ട് കഴിയാതെ, ഇയ്യോബിന് ദൈവത്തെ ശരിക്കും കേൾക്കുവാനായിട്ട് കഴിയാതെ, ഡയറക്റ്റായിട്ടുള്ളൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുവാനായിട്ട് കഴിയാതെ തടസ്സമായി നിന്ന ആ വെയിലിനെ, ആ മൂടുപടത്തെ ആ തീ കരിച്ചു കളഞ്ഞു. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവർ തീക്കുള്ളിലേക്ക് എറിയുമ്പോൾ രാജാവും പരിവാരങ്ങളും ചിന്തിച്ചത് അവർ അവിടെ വെച്ച് കരിഞ്ഞു പോകുമെന്നാണ്. എന്താണ് പക്ഷേ അവിടെ സംഭവിച്ചത്? നാലാമനായി ദൈവപുത്രനായ യേശു കർത്താവ് ആ തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, അവരുടെ കൈകളിൽ കെട്ടിയിരുന്ന കെട്ടുകൾ അഴിയപ്പെട്ടു. ആ ചങ്ങലകളാണ് ആ തീക്കുള്ളിൽ എരിഞ്ഞു മാറിയത്. അവർക്കൊന്നും പറ്റിയില്ല, അവർക്കൊരു കേടും പറ്റിയില്ല, അവരുടെ മുടിയിൽ തീയുടെ ഒരു ഗന്ധം പോലും ഇല്ലായിരുന്നു. പക്ഷേ അവരെ കെട്ടിയിരുന്ന കെട്ടുകൾ അഴിഞ്ഞു എന്നുള്ളതുപോലെ ഈ തീച്ചുളയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുവാനായിട്ട് പോവുകയാണ്. പുറത്തേക്ക് വരുമ്പോൾ ആത്മീയ അനുഭവത്തിൽ ഒരു പുതിയ ലെവലിലേക്ക് കടക്കുവാൻ ദൈവം നിങ്ങൾക്ക് സാവകാശം ഒരുക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷേ ഈ തീച്ചുയുടെ മധ്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൈകളിൽ തന്നെയാണോ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പാതകളിൽ തന്നെയാണോ നടക്കുന്നത്? എൻ്റെ പാതകളെ അറിയുന്ന ദൈവം എന്നെ ശോധന ചെയ്താൽ എൻ്റെ പാതകൾ നിഷ്കളങ്കമാണോ? ദൈവഭക്തിയോടുള്ള ഒരു ജീവിതം കഴിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ളൊരു തീരുമാനം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈ ദൈവത്തെ ശരിക്കും ഒന്ന് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലെവലിനെ മാറ്റുന്ന, തലങ്ങളെ മാറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ തീച്ചുള്ള അവസാനമല്ല, ഇത് നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം നൽകുന്ന, ഒരു പ്രൊമോഷൻ നൽകുന്ന, ആത്മീയമായൊരു പ്രൊമോഷൻ നൽകുന്ന ഒരു സീസണാണ് എന്ന് തിരിച്ചറിഞ്ഞ് ധൈര്യമായിരിക്കുക. നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരുവാനായിട്ട് പോകുന്നു. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.